ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ജസ്റ്റ് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ കഴിഞ്ഞ് കൂട്ടി എന്നുള്ള ഒരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് തൊഴാൻ വേണ്ടിയിട്ട്. കുറച്ച് മഴയൊന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞ സമയത്താണ് നമ്മൾ വന്നത്. എന്നാലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട്, പക്ഷെ നമ്മളങ്ങനെ അലട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനും മമ്മിയും മാത്രമേ വന്നുള്ളൂ. എന്നിട്ട് രാവിലെ തന്നെ കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ശ്രീ കുത്തൂനി ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ മനോഹരമായ ചിത്രമൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തൊക്കെയുണ്ട് പിന്നെ എല്ലായിടത്തും മഴയല്ലേ. മഴ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മഴയാല്ലേ. ലാസ്റ്റ് വീക്കിലുണ്ടായ മഴയൊക്കെ നമ്മൾ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ കോമ്പൗണ്ടിൽ ഒരു കുഴപ്പമൊന്നുമില്ല, അതായത് വീടിന് ചുറ്റുമുള്ള സ്ഥലത്തൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ കയറി ഫുള്ള് വെള്ളപ്പൊക്കത്തിലായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് എൻ്റെ സ്കൂട്ടിയൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി, എല്ലായിടത്തുള്ള മഴേൻ്റെ പ്രശ്നമൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിത് അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്കും തന്നെ ഇഡ്ഡലിയും ചട്നിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ വന്ന പാടന്നെ കഴിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നിങ്ങളുടെ മുന്നിൽ ഞാനിങ്ങനെ ഞെക്കി കാണിച്ചു തരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കണ്ണൂരിൽ വരേണ്ടിയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മാർക്കറ്റ് റോഡിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ പെട്ടു BK ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വിറ്റഴിക്കൽ മേള എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാളിടയ്ക്ക് എൻ്റെ ഒരു റിലേറ്റീവും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നല്ല നല്ല ബാഗ്സ് ഉണ്ട്, 300-നും 200-നും 100-നും ഒക്കെ നല്ല അടിപൊളി ബാഗ് ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ നല്ല 2 ബാഗും വാങ്ങിച്ചു. അതിനിടയിൽ നല്ലൊരു കൂളിംഗ് ഗ്ലാസും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ബാഗ് വഴിയെ കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞ് ഏകദേശം ഒരു മണി അടുത്തായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും വിശന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വന്തം ഐസ്ലാൻഡിൽ നമ്മൾ സ്വന്തമല്ല ഗൈസ്, ആരുടെയോ ആണ്. ജസ്റ്റ് നമ്മൾ എപ്പോഴും വരുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സ്വന്തം എന്ന് വരുന്നത് കേട്ടോ. അങ്ങനെ ചെറിയൊരു ബർഗറും മാംഗോ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഞാനും മമ്മിയും കൂടിയിട്ട് പിന്നെ മമ്മി മാംഗോ ജ്യൂസിൻ്റെ ആളാണ്, അതുകൊണ്ട് മമ്മി മാംഗോ ജ്യൂസ് കുടിച്ചു, ഞാൻ ഇളനീര് ജ്യൂസും കുടിച്ചു കേട്ടോ. അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് നേരെ പോയത് നമ്മുടെ പിന്നെ എന്താ പറയുക മാർക്കറ്റിലോട്ടേക്കാണ്. നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അക്ഷയയിൽ പോയത് മമ്മീൻ്റെ പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി സെറ്റായതിന് ശേഷമാണ് നമ്മൾ മാർക്കറ്റിലോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വാങ്ങിക്കാറുള്ളൊരു ഷോപ്പുണ്ട്, നമുക്ക് മനസ്സിന് പിടിച്ചതെന്നൊക്കെ പറയില്ലേ, ആ ഒരു ഷോപ്പിലാണ് നമ്മൾ എപ്പോഴും കയറുള്ളത്. ഇത് നമ്മുടെ നാസർക്കയുടെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് തന്നെ വേഗം സാധനമൊക്കെ എടുത്ത് തരാനും അതുപോലെ തന്നെ ഉഷാറായിട്ട് ബില്ലൊക്കെ കൂട്ടി തരുന്നതൊക്കെ കാണാൻ തന്നെ ഒരു രസമാണ്. അതുമല്ല വെജിറ്റബിൾസൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടാണ് അവിടുത്തെ വെജിറ്റബിൾസൊക്കെ ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അവരുടെ ഷോപ്പാണ് പ്രിഫർ ചെയ്യുന്നത്. ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ നാസർക്കയുടെ ബില്ല് കൂട്ടലാണ് കേട്ടോ. അതൊരു വേറെ തന്നെ വൈബാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഗൈസ്, വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നാസർക്കയുടെ മുരിങ്ങ കട്ട് ചെയ്തിട്ട് മേലോട്ട് തെറിപ്പിക്കുന്നതാണ് കേട്ടോ. അത് ഒടുക്കത്തെ സ്റ്റൈലാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് തെറിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഗൈസ്, നമ്മളിതാ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ടേക്ക് പോവാണ്. ഇതാണ് ബാഗ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മളിതാ അടുത്ത കലാപരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ നല്ല സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുക എന്ന് പറയുന്നതാണ് അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് നിങ്ങൾക്ക് നല്ല കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇപ്പോൾ ഗൈസ്, നമ്മൾ ഔട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വേഗം തട്ടിക്കൂട്ട് പരിപാടിയായ ഉണക്കച്ചെമ്മീനും മുരിങ്ങക്കായി ഇട്ട് കറിയും വെച്ച് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാക്കി നമ്മൾ രണ്ടായാലും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടുണ്ട് ഗൈസ്. അടുത്തതായിട്ടുള്ള ടീ സ്നാക്ക് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടീ സ്നാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇലയടയാണ്. അപ്പോൾ ഇലയട തേങ്ങയും പഞ്ചസാരയും ഏലക്കയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ഇലയടയാണ് ഇവിടെ തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ നല്ല ആവി ഉറക്കുന്നുണ്ട്, പുറത്താണെങ്കിൽ നല്ല തിമിർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ മഴ. അങ്ങനെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇലയട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഇവർ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും ചോദിക്കും കേട്ടോ, അമ്മ ഇന്ന് എന്താണ് ചായക്ക് സ്പെഷ്യൽ എന്നൊക്കെ. അതായത് വണ്ടി വിട്ടിട്ട് ഇങ്ങനെ ഓടി വരുമ്പോൾ തന്നെ ഇതാണ് ഫസ്റ്റ് ചോദിക്കുക, അമ്മ ഇന്ന് എന്താ ചായക്ക് എന്ന് പറഞ്ഞിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിലും അവർ കഴിക്കുന്നതിലും ഒക്കെ സന്തോഷമാണ്. മഴയും പെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ചൂട് ഇലയടയും കഴിച്ചിട്ട് നല്ല സ്ക്വഷിയായിട്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാവരുടെ വിലയേറെ കമൻസ് ഒക്കെ അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.